നാളെ പുലർച്ചെ എന്നെ ഓട്ടം പോയേക്കണം. ഒട്ടും വൈകരുത്. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ശരി, വിട്ടോ. ഹലോ, അല്ല, ഞാൻ ഇന്ന് തന്നെ പുറപ്പെടും. ഓക്കെ, ശരി. ആരാടാ അത്? എത്ര ദിവസത്തെ കാശാ കിട്ടാനുള്ളേ? കണക്ക് വല്ലതും സെറ്റിൽ ചെയ്യാനുണ്ടോ? എടോ, വല്ലതും കിട്ടാനുണ്ടോന്നാ ചോദിച്ചത്. കിട്ടാനല്ല, കൊടുക്കാനോ ഉള്ളത്. കൊടുക്കാനോ? ഇപ്പൊ മനസ്സിലായില്ലേ? കണക്കും പലിശയും കൂട്ടുപലിശയൊക്കെ കൂടി തരാൻ വേണ്ടിട്ടാ വന്നേ. അത് ശരി, നീ അപ്പ എന്നേക്കുമായി ഒടുങ്ങാൻ തീരുമാനിച്ചു അല്ലേ? നീ പുലിമടയിലേക്ക് തന്നെയാ കേറി വന്നിരിക്കുന്നേ. വന്നു പോയില്ലേ അബൂക്ക? പുലിമടയാണോ പൂച്ചമടയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ പുലിമട, അല്ലെങ്കിൽ വെറും മട. എടാ, ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ നിനക്ക്? ലോറിത്താവളം. കട്ട കയറ്റി ഇറക്കിയും പാറ പൊട്ടിച്ചു മാറ്റിയും പാറ പോലെ നല്ല കൈക്കരുത്തുള്ള ആണുങ്ങളുള്ള സ്ഥലം. ഇവിടെ വന്നു കയറിയ സ്ഥിതിക്ക് നീ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാ മതി. ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അബൂബക്കറെ, അവരെയൊക്കെ ഒന്ന് വിളിക്കേ, ഒന്ന് പരിചയപ്പെടാലോ. ഇത്രയും കൈക്കരുത്തുള്ള ആണുങ്ങളുണ്ടെന്ന് പറയുമ്പോ ഒന്ന് കാണാതെ പോണ ശരിയല്ലല്ലോ. വിളിക്ക്, പരിചയപ്പെട്ടിട്ട് തന്നെ. നീ ഇങ്ങനെ പുരാണം പറഞ്ഞോണ്ട് കിടക്കുകയാണോ? ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ലമ്മേ. സത്യാമ്മ വന്നതും സ്നേഹത്തോടെ ഐസ്ക്രീം വാങ്ങി തന്നതും വളയും മാലയും ഒക്കെ വാങ്ങി തന്നതും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്തിനാ സത്യാമ്മ എന്നെ ഇപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നേരത്തെ ഒന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ. പപ്പിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല, എല്ലാം വാങ്ങിച്ചിരുന്ന എനിക്കാ. സത്യാമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടാ. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത് ചില സമയത്ത് സത്യാമ്മയ്ക്ക് സ്നേഹം കൂടും. അപ്പോ എന്തേലൊക്കെ വാങ്ങിച്ചു തരും. അമ്മയ്ക്കും അച്ഛനും ഒക്കെ സത്യാമ്മ ഇങ്ങനെ വാങ്ങി തന്നിട്ടുണ്ടോ? പിന്നില്ലേ, തന്നിട്ടുണ്ട്. സത്യാമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഈ അമ്മയ്ക്കാ. എന്തുവാടി വന്നു കേറിയപ്പോഴേ കലവിലാന്ന്? ഒരു കലവിലയില്ലമ്മേ. അവിടെ നിന്നപ്പോ അമ്മയും ചേച്ചി എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, ഞാൻ അങ്ങനെ പോന്നതാ. അതൊന്നും അല്ലമ്മേ, എന്തോ കാര്യമുണ്ട്. എന്താടി, രോഹിത് വീണ്ടും വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഏയ്, രോഹിത്തിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം വരാൻ പോകുന്നത് എനിക്കും എന്റെ പപ്പിമോൾക്കുവാ. നീ എന്തായി പറഞ്ഞു വരുന്നേ? എന്താ ഉണ്ടായത്? സത്യാമ്മ ഇപ്പൊ അവിടെ വന്ന് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക. എല്ലാരും കൂടി ഒന്നിച്ച് ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ പോവാണെന്നൊക്കെയാ പറയുന്നേ. അത് നല്ല കാര്യമല്ലേ. നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയും നിങ്ങൾക്ക് ഉണ്ടാവൂല. അമ്മ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ സത്യാമ്മ ഇപ്പൊ മറ്റൊരു ലോകത്താ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. സത്യയുടെയും കുഞ്ഞേച്ചിയുടെയും കാര്യം പറയുമ്പോ സത്യമ്മയ്ക്ക് ഇപ്പൊ 100 നാവാ. അത് നല്ലതല്ലേ മോളെ.
എത്ര നാളാ ശാലിനിയുടെ പേര് കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ലാതെ സത്യാമ്മ നടന്നത്. ഇപ്പൊ ആ മനസ്സിൽ ശാലിനിയോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ പോയിട്ടുണ്ടെങ്കിലേ അത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാ. അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. ശാലിനിയും സത്യാമ്മയും 2 ധ്രുവങ്ങളിൽ ജീവിച്ചവരാ. അവരിനി ഒന്നിച്ച് ജീവിക്കട്ടെ. നമുക്കതിനൊപ്പം ജീവിച്ചു പോയാൽ മാത്രം മതി. അല്ലമ്മ, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്ന് എനിക്കറിയില്ല. സത്യക്ക് കിടക്കാൻ പ്രത്യേക മുറി, സത്യക്ക് പഠിക്കാൻ പ്രത്യേക മുറി, ബുക്കുകളൊക്കെ വെക്കാൻ പ്രത്യേക അലമാര, പിന്നെ കുഞ്ഞേച്ചിക്കും വിഷ്ണുവേട്ടനും കിടക്കാൻ മുകളിലത്തെ പ്രധാന മുറി, പിന്നെ കുഞ്ഞേച്ചിയെ കാണാൻ വരുന്ന പ്രധാന ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ പ്രത്യേക സംവിധാനങ്ങള്. അങ്ങനെ എന്ത് വേണം അവിടെ? അമ്മേ, ഇവൾക്ക് ശാലിനിയോട് നേരിയൊരു കുശുമ്പ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം.